നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം കുറേ പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. അതായത് വെൽസ്പൺ ലിവിങ്. വെൽസ്പൺ ലിവിങ് എന്ന് പറയുന്നത് ഒത്തിരി കാലങ്ങളായിട്ട് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഒരു കാലത്ത് ഇതൊക്കെ വളരെ ഒരു ഹോട്ട് ലിസ്റ്റിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. പ്രത്യേകിച്ച് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വെൽസ്പൺ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ലീഡറായിട്ടൊക്കെ കരുതപ്പെട്ടിരുന്നു. അതിനുശേഷവും അതിന് കാര്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങളായിട്ട് വീണ്ടും വെൽസ്പൺ ഒട്ടനേകം പേരുടെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാറുകയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ US-ലേക്കുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ടൊക്കെ കുറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പാടുകളൊക്കെ നേരിട്ടപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റോക്കിനെ കാര്യമായിട്ട് സെൻറ്റിമെൻറ്റും മാത്രമല്ല അതിൻ്റെ ഫണ്ടമെൻ്റൽസും ഫിനാൻഷ്യൽസും ഒക്കെ ബാധിച്ചു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കുറേ പേർ എനിക്ക് തോന്നുന്നത് വാങ്ങിച്ചതിനേക്കാളും ഒക്കെ താഴെയൊക്കെയായിരിക്കും വിലവാരം നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കുറേ പേർ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചെറിയൊരു കവറേജ് നമ്മൾ ചെയ്യാമെന്ന് കരുതിയത്. നമുക്കറിയുന്ന പോലെ തന്നെ വെൽസ്പൺ എന്ന് പറയുന്നത് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഷോപ്പുകളിലും ചെല്ലുമ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന ഒരു പേരാണ്. അപ്പോൾ വെൽസ്പൺ പ്രധാനമായും ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ഈ ടർക്കി ടവൽ, കുളിക്കാനുള്ള ടവൽ, നമ്മൾ ഹോട്ടൽസിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന നമുക്ക് കുളിച്ചിട്ട് തോർത്തം തരുന്ന ടവൽസ്, അങ്ങനെയുള്ള ടവൽസൊക്കെയാണ് പ്രധാനമായിട്ടും അവരുടെ ഒരു വലിയ പ്രോഡക്റ്റ്. അപ്പം ഈ ഒരു ടവൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ലഭിക്കുന്ന ഒരുമാതിരിപ്പെട്ട ബാക്കിയുള്ള ടവൽസിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു വലിയൊരു ഇതുവരെ എന്തെങ്കിലും കമ്പയർ ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നത് ആകെയുള്ളത് പണ്ടത്തെ കാലത്തെ ബോംബെ ഡൈയിങ്ങിൻ്റെ ടവൽസ് മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ ഇരിക്കുന്ന ഹോട്ടൽസ് അവർ ഈ ഒരു വെൽസ്പൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് കാര്യമായിട്ട് വില നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രീമിയം ഹോട്ടൽസിൻ്റെ അകത്ത് ഈ വെൽസ്പൺ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ടവൽസ് ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കാറുള്ളത്. US-ലേക്കാണെങ്കിലും എക്സ്പോർട്ട് മോശമില്ലാതെ ഉണ്ട്. വെൽസ്പണിൻ്റെ മൊത്തമുള്ള എക്സ്പോർട്ട് റവന്യൂവിൻ്റെ 65% വരുന്നത് US നിന്ന് മാത്രമാണ്. വെൽസ്പണിൻ്റെ മൊത്തം റവന്യൂവിൻ്റെ ഏകദേശം 40% വരുന്നത് എക്സ്പോർട്ടിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്തുകൊണ്ടായിരിക്കാം വെൽസ്പൺ ഈ ഒരു ട്രംപിൻ്റെ ഈ പറഞ്ഞ താരിഫുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മോശമില്ലാതെ ഒരു തിരിച്ചടി നേരിട്ടതെന്ന്. വെൽസ്പണ് ഈ പറഞ്ഞതുപോലെ ഫാബ്രിക് ഐറ്റംസ് കൂടാതെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വെൽസ്പൺ ഫ്ലോറിങ്ങിലേക്കും കടന്നു കയറിയിട്ടുണ്ട്. ഫ്ലോറിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പം പോളിമർ ഫ്ലോറിംഗ് മുതൽ വുഡൻ ഫ്ലോറിംഗ് മുതൽ ഇങ്ങനെയുള്ള ഒരു പ്രീമിയം സെഗ്മെൻറ്റിലുള്ള കുറച്ചൊരു ഫ്ലോറിംഗ് സെഗ്മെൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ പാൻ ഇന്ത്യ ആയിട്ട് ഏകദേശം 1500-ലേറെ ഡീലർഷിപ്പുകൾ ഇവർക്കുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ ഒരു പ്രീമിയം ഫ്ലോറിംഗ് സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് വെൽസ്പണിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അനാലിസിലേക്ക് പോകാം. കുറച്ച് നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂണിൽ അവസാനിച്ച ക്വാർട്ടറിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് സെയിൽസ് ഏകദേശം 2300 കോടി രൂപയുടെ അടുത്തുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 12% അടുത്തുള്ള ഒരു സെയിൽസ് ഡിപ്പാണ് കാണിക്കുന്നത്. അതുപോലെ പക്ഷേ അതേസമയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് ബിസിനസ് അത് ഏകദേശം ഒരു 10% അടുത്ത് വളർന്നു എന്ന് കരുതാം. ഇത് ടോട്ടൽ ഫ്ലോറിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഈ ഹോം ടെക്സ്റ്റൈൽസ് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സെയിൽസ് ആണെന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് എബിറ്റിഡ മാർജിൻ ഏകദേശം 12% എന്ന രീതിയിൽ നിലനിർത്തുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേ ക്വാർട്ടറിൽ തന്നെ നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിക്കഴിയുമ്പോൾ 15-ൽ നിന്നും 12-ലേക്ക് താഴുകയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇതിന് സമാനമാണ് പ്രോഫിറ്റും. 8% അടുത്ത് വരുന്ന ഒരു പ്രോഫിറ്റ് ഡ്രോപ്പാണ്. ഇതിനെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റും കുറഞ്ഞു എന്നുള്ളതാണ്, കടവും കുറഞ്ഞു എന്നുള്ളത്. 1500 കോടി രൂപയിൽ നിന്ന് 1100 കോടിയിലേക്ക് കുറവ് സംഭവിച്ചു. അതേസമയം നെറ്റ് പ്രോഫിറ്റ് മാർജിനും കുറഞ്ഞു. 700 കോടി രൂപയുടെ വരുന്ന ഒരു ക്യാപെക്സ് സ്പെൻഡിങ് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നടത്തി എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഫാക്ടർ. പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് മൊത്തമുള്ള ക്യാപെക്സ് സ്പെൻഡിങ്ങിൻ്റെ അകത്ത് ഏകദേശം 70% പോയിരിക്കുന്നത് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പുതിയൊരു ഡൈവേഴ്സിഫൈഡ് സെക്ടറിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വളരെ സീരിയസ് ആയിട്ട് കമ്പനി നോക്കി കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കമ്പനിയെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം കമ്പനിക്ക് ഒന്ന് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അത് ഇന്ത്യയിലാകട്ടെ ഇന്ത്യയുടെ പുറത്താകട്ടെ, പ്രത്യേകിച്ച് ഒരു കൊമേഴ്ഷ്യൽ സെക്ടറിൻ്റെ അകത്ത് ഇപ്പം ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ മോശമില്ലാത്ത ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അത് ഫ്ലോറിങ്ങിൻ്റെ അകത്ത് ആ ഒരു ബ്രാൻഡ് വാല്യൂ ഇല്ലെങ്കിൽ കൂടിയും ഫ്ലോറിങ്ങിന് ചിലപ്പോൾ പിക്കപ്പ് ചെയ്തേക്കാം. പ്രത്യേകിച്ച് ക്വാളിറ്റി ഫ്ലോറിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ അടുത്തിടെ കണ്ടു ഒരു MOU ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ബ്യൂട്ടിഫുൾ ഹോംസുമായിട്ട് ഒരു MOU ഒക്കെ സൈൻ ചെയ്തു. അവരുടെ ഫ്ലോറിംഗ് സൊല്യൂഷൻ്റെ അകത്ത് ഇതുകൂടി അവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതേസമയം തന്നെ നമ്മളെ കുറച്ചൊക്കെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റവന്യൂ ഡിക്ലൈനും പ്രോഫിറ്റ് മാർജിൻ ഡിക്ലൈനും ഒക്കെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റുകൾക്ക് നമ്മൾ വളരെയധികം സന്തോഷിക്കാറാണ് പതിവ്. പക്ഷേ ഒരു ഇന്നത്തെ രീതിയിൽ ഒരു എക്സ്പോർട്ട് ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് കുറച്ചൊക്കെ ഒരു വേവലാതി നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഡൊമസ്റ്റിക് മാർക്കറ്റ് കാര്യമായിട്ട് ഈ ഒരു കമ്പനി കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കാരണം നമുക്കറിയാം
ഇത്രയും വർഷമായിട്ടുള്ള ഒരു കമ്പനി ഏകദേശം കുറേ കാലങ്ങൾക്ക് മുമ്പ് ഓർഗനൈസ്ഡ് സെക്ടറിൻ്റെ അകത്ത് ബോംബെ ഡൈയിങ് മാത്രം ഇരുന്ന കാലത്ത് ഈ ഒരു കമ്പനിയുടെ പേര് ഉണ്ടായിരുന്നതാണ്. പക്ഷേ എന്നിട്ടും ഇത്രയും കാലമായിട്ട് പോലും കമ്പനിക്ക് ഒരു ടിയർ 3 സിറ്റീസിൻ്റെ അകത്തേക്കൊക്കെ പെനിട്രേഷൻ കാര്യമായി സാധ്യമായിട്ടില്ല. ഇത് ഒരു ഡൊമസ്റ്റിക് സെഗ്മെന്റിൻ്റെ അകത്ത് കമ്പനി കാര്യമായിട്ട് കണ്ണുവെച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ്. മാർജിൻസ് കുറഞ്ഞതും ഒക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, കമ്പനിയുടെ റോ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് കോസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം കമ്പനിക്ക് ഇന്നത്തെ രീതിയിൽ ഒരു കോമ്പറ്റന്റ് മാർക്കറ്റിന്റെ അകത്ത് കമ്പനിക്ക് കോസ്റ്റ് കൂട്ടാനും കഴിയുന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇത് എന്തു കഴിഞ്ഞാലും നമ്മുടെ മാർജിൻസിനെ തന്നെയാണ് ബാധിക്കുക എന്നുള്ളത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടും ഈ പറഞ്ഞ ഒരു ഡ്രോപ്പ് ഉണ്ടായി കമ്പനിയുടെ റവന്യൂവിന് എക്സ്പോർട്ട് മാർക്കറ്റിൽ നിന്ന് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ വളരെ ലളിതമായിട്ട് രീതിയിൽ നിഷ്കളങ്കമായ രീതിയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു 12% റവന്യൂ ഡിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലീനിയറായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് 12% സെയിൽസ് ഡിപ്പ് എന്ന രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുകയില്ല. കാരണം ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ ഇടിഞ്ഞത് കൊണ്ട് കിട്ടിയ ഒരു ബെനിഫിറ്റും കൂടി കൂട്ടിയതാണ് ഈ പറഞ്ഞ റവന്യൂ. നമ്മൾ നമ്പേഴ്സ് കൂടി നോക്കിക്കാണുമ്പോൾ ഒരു വലിയൊരു അപകടമോ ഒന്നും ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇല്ല. ആകെ എന്തെങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, ഹയർ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് കമ്പനി പുതിയ പുതിയ കടങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഇത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് പ്രത്യേകിച്ചുള്ള പ്രശ്നങ്ങളൊന്നും കമ്പനിക്ക് ഫണ്ടമെന്റലായിട്ട് നമ്മൾ നോക്കിക്കാണാൻ ഇല്ല. അതേസമയം പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ നോക്കിക്കാണാവുന്നതാണ്. ക്യാപെക്സ് സ്പെൻഡിങ് നോക്കാം, അതുപോലെ ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷന് വേണ്ടി കമ്പനി കുറേ പണം ചെലവഴിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. ആകെയുള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു സെറ്റ് ബാക്ക്, ഒരു തിരിച്ചടി കമ്പനി നേരിട്ടു ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെയൊക്കെ മുകളിൽ എന്നുള്ളതാണ്. ഇനി നമ്മൾ വിലനിലവാരത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വെൽസ്പണിൻ്റെ ഒരു 132, 133 എന്ന വിലനിലവാരത്തിൽ നിന്നും താഴത്തേക്ക് ഒരു 116 എന്ന വിലയിലേക്ക് പതിച്ചു എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. കുറച്ചൊരു ബെയറിഷ് ട്രെൻഡാണ് നമ്മൾ നോക്കിക്കാണുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു തുടർച്ചയായിട്ടുള്ളൊരു ഡൗൺഫോൾ, ലോവർ ലോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഇതിൻ്റെ അകത്തൊരു പുതിയ എൻട്രിക്ക് വേണ്ടി നിൽക്കാത്തതായിരിക്കും ഇന്നത്തെ രീതിയിൽ നല്ലത്. ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു 105 എന്ന നിലവാരമൊക്കെ ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യം. ഇനി ഇത് വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫണ്ട്സിനനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ ഒരു കമ്പനി മാർക്കറ്റിൽ നിന്ന് കാണാതെ പോവുകയോ അല്ലെങ്കിൽ ഫണ്ടമെന്റലി വളരെ വീക്കായിട്ട് പൊട്ടിത്തകർന്നു പോവുകയോ അങ്ങനെയൊന്നും ഇന്നത്തെ രീതിയിൽ നമ്മൾ നോക്കി കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ പൈസ കയ്യിലുള്ളവർ ഓൾറെഡി ക്യാഷുമായിട്ട് ഒത്തിരി പേർ ഇരിക്കുന്നു. നിങ്ങൾ 210 അകത്തു നിന്നൊക്കെ എൻട്രി ചെയ്തിട്ട് വലിയ നഷ്ടത്തിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ചെറിയൊരു ആവറേജിങ്ങിന് വേണ്ടി മുതിരുന്നതിൽ വലിയൊരു തെറ്റില്ല. പക്ഷേ എങ്കിൽ പോലും മനസ്സിലാക്കുക, ഒരു 105, 110 എന്ന നിലവാരത്തിൻ്റെ അകത്തു നിന്നൊക്കെ താഴത്തോട്ട് പോന്നു കഴിഞ്ഞാൽ സെന്റിമെന്റ് വളരെ നെഗറ്റീവായിട്ട് വീണ്ടും താഴേക്ക് പറയാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.